ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ വീഡിയോ ഇങ്ങനെ ഇടുമായിരുന്നു. അതായത് ഒരു ദിവസം കുറേ വീഡിയോ ഇട്ടിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതായത് ഒരു ഞാൻ 4 വീഡിയോ 4-5 വീഡിയോസോളം ഇട്ടിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പം ആദ്യമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ ഇങ്ങനെ തുടങ്ങി ഞാൻ എൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ഈ 10th പ്രിലിംസ് തുടങ്ങി അതിൻ്റെ പഠിക്കാനായിട്ട് ഫുൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പം ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ് ഇതൊക്കെ നമ്മുടെ പോകുന്നുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ളവരൊന്ന് ജോയിൻ ചെയ്തേക്കുക കേട്ടോ. PSC ഈസി കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും പ്ലീസ് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾ ഒരുപാട് ദിവസം ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. 2-3 ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. കാരണം ഞാൻ വേറൊരു കാര്യത്തിലോട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഞാൻ ടെലിഗ്രാമിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, കാരണം എന്നെ വിശ്വസിച്ച് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഞാൻ എക്സാം വരെ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ കാണും. എത്ര തിരക്കിലായാലും ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് ഞാൻ ടെലിഗ്രാമിനകത്ത് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. അപ്പം ഒരുപാട് പേരുണ്ട്, അതായത് ഒരുപാട് മെസ്സേജസും ഗ്രൂപ്പിനകത്തായാലും എല്ലാം മെസ്സേജസൊക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നല്ല തിരക്കിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാനിപ്പം യൂട്യൂബിൻ്റെ മെസ്സേജസിനൊക്കെ എല്ലാം റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും ശരിക്കും ഞാൻ നോക്കാറ് പോലും. ടെലിഗ്രാമിൽ ചാറ്റ് ഗ്രൂപ്പും നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ടെലിഗ്രാമിൽ ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് നിങ്ങളുടെ ഒന്നും കമൻസ് ഒന്നും അറിയാനേ പറ്റുന്നില്ല. ഒരുപാട് ദൂരത്തായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു 2-3 ദിവസം ഇങ്ങനെ മാറിയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒത്തിരി ദിവസം ഞാൻ ക്ലാസ് ഇടാത്ത പോലുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടുന്നില്ല. എന്താണ് നമ്മൾ ശരിക്കും എന്തായി തീരാനാണ് നമ്മളെ ഒരിത് എന്നുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും എത്തിപ്പെടുന്ന വേറൊരിടത്തുമാണ്. അപ്പം എന്താണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാം. എനിക്ക് PSC ഒരു ജോലി, ഒരു സർക്കാർ ജോലിയോടുള്ള അടങ്ങാത്ത ആഗ്രഹം എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ എന്ത് ഇതിൽ പോയി കഴിഞ്ഞാലും ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിഗ് സീറോ ആവുന്നതിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ സാധിക്കും. പക്ഷേ നമ്മൾ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും ആ വാതിലുകളെല്ലാം ദൈവം ഇങ്ങനെ തുറന്നിട്ട് തരും. അപ്പം നമ്മൾ എത്തിപ്പെടേണ്ടിടത്ത് നമ്മൾ എത്തിപ്പെടും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10th പ്രിലിംസിന് നമ്മൾ പഠിച്ച് വരുമായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് ടൈം ടേബിൾ ഇട്ട് സെറ്റ് ചെയ്തു. ഞാനും പഠിച്ചു വരുമായിരുന്നു. ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങേണ്ടതായിട്ടുള്ളൊരു ഞങ്ങൾക്കൊരു ബിസിനസ്സുണ്ട്. അപ്പം അതിലോട്ട് ഇറങ്ങേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നു. അതിൽ എനിക്ക് ഇറങ്ങിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. കാരണം ഇതിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയ എന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. പക്ഷേ എങ്കിലും എനിക്കത് എന്നെ കമ്പൽ ചെയ്ത് എനിക്കതെടുത്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് വന്നു. അപ്പോൾ എനിക്കപ്പം കുറച്ച് അതിലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ശരിക്കും അത് എപ്പോഴും അങ്ങനെയാണ്. ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എക്സാമിനോട് അടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എന്നെ ഭയങ്കരമായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്. കാരണം എനിക്ക് ഇതിലോട്ട് ഇറങ്ങേണ്ടതായിട്ട് എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അത് പ്രോഗ്രസീവ് ആക്കേണ്ടത് ചുമതല എനിക്കായി വന്നു. അപ്പോൾ അതിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു എയിം, എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു
എൻ്റെ ഒരു അടങ്ങാത്ത ആഗ്രഹം ഈ PSC ആയതുകൊണ്ടും എനിക്കിതും വിടാൻ പറ്റുന്നില്ല, അതും എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് ഇപ്പം എന്താണ് CRPFിലായിരുന്നു. അപ്പം VRS എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം പുള്ളി ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് എനിക്കും അതിൽ നിന്നേ പറ്റത്തുള്ളൂ. അപ്പം അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ അതിലൂടെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസും ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഒന്നും എനിക്ക് പറ്റുന്നില്ല, തരാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. കാരണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ പഠിത്തവും കൊണ്ടുപോകണം. എനിക്ക് എക്സാം ഉണ്ട്. നമ്മൾ പകുതി വഴിക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതനുസരിച്ച് നമ്മുടെ ആഗ്രഹവും നടക്കണമല്ലോ. നമുക്കെപ്പോഴും എന്താണ്, നമ്മുടെ ഒരു ആഗ്രഹം നടന്നില്ലെങ്കിൽ പിന്നീട് അത് കുറേ നാൾ കഴിഞ്ഞും അതൊരു വിഷമമായിട്ടൊരു അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എത്രമാത്രം അതിനെ ആഗ്രഹിക്കുന്നു, എത്രമാത്രം അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, ഒരിക്കലും നമുക്കത് കിട്ടാതിരിക്കത്തില്ല. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഞാൻ ചിലപ്പം ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എനിക്കൊരു എന്താണ് ഒരു നമ്മുടെ അഡ്വൈസ് മെമ്മോ ഒക്കെ കിട്ടുന്നതെന്ന് എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇത്രയും നാൾ ഈ PSC ഫീൽഡിൽ തന്നെ ഇങ്ങനെ നിന്നാണ്, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിന്നാണ്. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പ്രതിസന്ധികളുണ്ടായാലും മൊത്തം ടേൺ ചെയ്ത് ഞാൻ ഇതിലേക്ക് പോയിട്ടില്ല. പക്ഷേ എനിക്കിപ്പം ഇത് എന്താണ് ഇതായിട്ട് അത് നടത്തിക്കൊണ്ട് പോകേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഞാൻ ഈ PSC കൊണ്ടുപോകും. കാരണം അതെൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ്, ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. വേറെ ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എവിടെയോ എങ്ങനെയോ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ സമയമാകുമ്പോൾ, നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ സമയമാകുമ്പോൾ അങ്ങനെ റൂട്ട് ക്ലിയറാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങളിപ്പം എന്താണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പം ചിലപ്പോൾ എനിക്ക് തന്ന ഒരു പ്രതിസന്ധിയായിരിക്കും ഇത്. കാരണം ഞാൻ എന്തിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നതെന്നറിയാൻ എനിക്ക് തന്നൊരു പ്രതിസന്ധിയായിരിക്കും ഇത്. അപ്പം ഇതുപോലുള്ള ജീവിതത്തിൽ നമുക്ക് മറികടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മറികടന്ന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിലെത്തിപ്പെടണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫാമിലിയിലും ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഒരുപാട് കാര്യങ്ങൾ നടക്കും. കാരണം ഇനിയിപ്പം എന്താണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വയ്യാതാവുകയോ, ആർക്കെങ്കിലും വയ്യാതായോ, കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ പേരൻസിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കും. പക്ഷേ എപ്പോഴും ഓർക്കുക, ഈ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയോട് അടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഉറപ്പായിട്ടും ഞാനിത് നേടിയെടുക്കും, എനിക്കിത് വേണം, ഞാൻ ഏത് സമയത്തും എങ്ങനെയും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. എങ്കിലേ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, കാരണം ഇപ്പം വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതിനകത്തൊന്ന് പഠിച്ച കുറച്ച് കാര്യമുണ്ട്. ഈ 2-3 ദിവസങ്ങളിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ മറ്റുള്ളവരുടെ അതായത് മറ്റുള്ളവരുടെ ഒന്നും കണ്ടിട്ട് നമ്മൾ അത് ഉണ്ടല്ലോ, അതായത് ഇപ്പം എന്താ, എല്ലാവരും അവരവർക്കുള്ളതാണ് കേട്ടോ. നമുക്ക് എന്തുണ്ടോ അത് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നമുക്ക് ശരിക്കും വേറെ ഒന്നും നമുക്കില്ല. മനസ്സിലായോ? അതായത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ അത് നിങ്ങൾക്ക് കൊള്ളാം. കാരണം അത് നിങ്ങളുടെ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് വേറെ ആരെ ആശ്രയിക്കേണ്ടി വരത്തില്ല, ഒന്നിനും ആശ്രയിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ അത് നിങ്ങളുടേതാണ്. അല്ലാതെ ഇനിയിപ്പം മറ്റുള്ളവർ, അതായത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ പേരൻസിനോ അവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ
ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇപ്പോഴും പഠിക്കാതിരിക്കുന്നത്, ഇപ്പോഴും എൻ്റെ വാക്കുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോളുക. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പം മറ്റുള്ളവരുടെ ഒരു തണലിലാണ് നിങ്ങൾ കഴിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ, നമുക്കൊന്നും തോന്നത്തില്ല. നമുക്ക് ആദ്യം ഒന്നും തോന്നത്തില്ല. എന്താണ് നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നമുക്ക് ഓക്കെ ആണല്ലോ, നമ്മുടെ ലൈഫ് ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഓക്കെ ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പേരൻസിന് എന്തെങ്കിലും ഉണ്ടല്ലോ, ഓക്കെ അങ്ങനെ പോകും. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾ നമ്മൾ ഇതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യും. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഒരു സ്ട്രെങ്താണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് സ്റ്റാൻഡ് നിങ്ങൾ തന്നെ ഉറപ്പിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. ആര് തള്ളിപ്പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക. നിങ്ങൾ എന്തായാലും ദൈവം കാണാതിരിക്കത്തില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നവനെ നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് കനിവില്ലാത്തതൊന്നും അല്ല ദൈവം. ഉറപ്പായിട്ടും നമ്മുടെ ഹാർഡ് വർക്കിനും നമ്മൾ എത്രമാത്രം അതിന് പ്രയോറിറ്റി കൊടുക്കുന്നോ അത്രമാത്രം അതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടും. അത് ഉറപ്പാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയ്ക്കങ്ങ് നമ്മളെ കാണാതിരിക്കുന്ന ദുഷ്ടനൊന്നും അല്ല ദൈവം. ഉറപ്പായിട്ടും നമ്മളെ കാണും, ഉറപ്പായിട്ടും കാണും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് ബോറടിക്കുകയും പഠിക്കുമ്പോൾ ഭയങ്കര വിഷമങ്ങൾ ചിലപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്തും പറയാത്ത ഒരുപാട് വിഷമങ്ങൾ എൻ്റെ മനസ്സിലും ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ആ വിഷമങ്ങളെ നമ്മുടെ മനസ്സിൽ തന്നെ ഇടുക. അത് നമുക്കൊരു മോട്ടിവേഷനായി എടുത്തോളുക. ഓക്കെ, അല്ലാതെ ആ വിഷമങ്ങളെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതും, അല്ലെങ്കിൽ ആ വിഷമങ്ങളെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ടതും, അങ്ങനെ കളയാനുള്ളൊരു ജീവിതമല്ല നമുക്കുള്ളത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നല്ലൊരു ജന്മമല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ ദൈവം തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ലല്ലോ. നമ്മുടെ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം കഴിവുകളാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരാനുള്ളൊരു കഴിവും ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുക. വെറും ഒന്നും ഈ ജീവിതത്തിൽ നേടാൻ പറ്റാത്ത ഒരു ബിഗ് സീറോ ആയി നമ്മൾ ഒരിക്കലും മാറരുത്. എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ പറ്റണം. അങ്ങനൊരു ജന്മമായി നമ്മൾ മാറണം. കാരണം നാളെ നമ്മളെക്കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളെങ്കിലും നമ്മളെക്കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ടാവണം. അതായത് നമ്മൾ അവരുടെ ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാക്കി എന്ന് തോന്നുന്ന ഒരാളെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനൊരു വ്യക്തിത്വം ആവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വെറും നിസ്സാര കാര്യമല്ല. അതും ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല. നമുക്കത് ലൈഫ് ലോങ് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തുള്ളൂ, അതിൻ്റെ ഒരു അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരുപാടെടുത്ത് ആ ഒരു ജോലിയുടെ പ്രയോറിറ്റീസൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പിന്നെന്താണ്, നിങ്ങൾക്ക് പലരിടത്തുനിന്നുമുള്ള ഒരു അവഗണന ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഓർക്കുക, എല്ലാം ഈ സമയവും കടന്നു പോവും. നാളെ ഇവരെല്ലാം എന്നെ നോക്കി അതാണ്ട് അവളെ കണ്ടു പഠിക്കുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ നാളെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം എൻ്റെ മുന്നിൽ വരുന്ന വെറും
ഒരു എൻ്റെ മുന്നിൽ വരുന്ന ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഈ കടമ്പ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ചാടി കടക്കും, ഇതൊക്കെ ഞാൻ കടന്ന് ഞാൻ മുന്നേറുക തന്നെ ചെയ്യും. ഞാൻ ബെസ്റ്റാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരിത് നമ്മുടെ മനസ്സിലെപ്പോഴും ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ് കേട്ടോ. എനിക്കെല്ലാം ഒന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞതിനകത്തുനിന്നും ഞാൻ അതായത് എന്താണ് എൻ്റെ ഈ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളിൽ നിന്നും ഞാൻ ക്യാച്ച് ചെയ്ത സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് എപ്പം വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്കുക. ഓക്കെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞു, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്ത പോലെയാണ്, പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. കുറേ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ മെസ്സേജസ് വായിക്കുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വിട്ടുപോയപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. ഞാൻ 2-3 ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കമൻറ്റ്സ് ഒന്നും കാണാതിരുന്നപ്പോൾ ശരിക്കും ഞാൻ ഒത്തിരി മിസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള തിരക്കുകളായതുകൊണ്ടാണ്. ഉറപ്പായിട്ടും ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് അതായത് 2-3 ദിവസം ഇടവിട്ട് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, അതായത് ടൈം ടേബിൾസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, PDF-കളെല്ലാം ഷെയർ ചെയ്യും. നന്നായിട്ട് പഠിക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പ്രിപ്പയർഡാണ്. നമ്മുടെ LDCയുടെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഞാനും ഇരിക്കുകയാണ്. എന്തായാലും ദൈവം എല്ലാവർക്കും നല്ലത് തരട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഇടുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. താങ്ക് യു.